യു.പി. സ്വദേശി മുക്കീബിനെ കൊന്ന് കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ച സംഭവത്തിൽ പ്രതി മുഹമ്മദ് ആരിഫുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടക്കും. മുക്കീബിന് ആരിഫിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. വെള്ളിലാടിയിലെ ക്വാർട്ടേഴ്സിൽ വെച്ച് മുക്കീബിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം 2 ബാഗുകളിലാക്കി മൂളിത്തോട് പാലത്തിന് സമീപം ഉപേക്ഷിക്കുമ്പോഴാണ് പ്രതി പിടിയിലാകുന്നത്. ആഷിഖ് റഹ്മാനുണ്ട് വിവരങ്ങളുമായിട്ട്. ആഷിഖ്, വിശദാംശങ്ങൾ നൽകാം. സ്വാതി, ഞാനിപ്പോൾ ഉള്ളത് മൂളിത്തോട് പാലത്തിലാണ്. ഈ പാലത്തിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു വാഴത്തോപ്പിലേക്കായിട്ടാണ് ഇന്നലെ പ്രതി മുഹമ്മദ് ആരിഫ് ഈ മുഖീബിൻ്റെ മൃതദേഹം വലിച്ചെറിഞ്ഞത്. ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇവിടെ ഒരു വാഴത്തണ്ട് ചെരിഞ്ഞു നിൽക്കുന്നത് കാണാം. ഈ വാഴത്തണ്ടിന് മുകളിലേക്കായിട്ടാണ് ഈ മൃതദേഹത്തിൻ്റെ ഒരു ഭാഗം 2 സ്യൂട്ട് കേസിലായിട്ടായിരുന്നു ഈ മുഖീബിൻ്റെ മൃതദേഹം മുഹമ്മദ് ആരിഫ് കൊണ്ടുവന്നത്. ഓട്ടോയിൽ കൊണ്ടുവന്ന ശേഷം ഒന്ന് ഈ പാലത്തിന് താഴെയായി ഈ വാഴത്തോപ്പിലേക്കും മറ്റൊന്ന് അതിൻ്റെ കുറച്ച് അപ്പുറത്തായി മറ്റൊരു ചെറിയൊരു ചതുപ്പിലേക്കും ഇടുകയായിരുന്നു. അതൊരു ഓട്ടോക്കാരൻ കണ്ടതിനെ തുടർന്ന് ഇദ്ദേഹത്തെ പിടിച്ചു നിർത്തുകയും പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഒരു ക്രൂരകൃത്യം വെളിപ്പെട്ടത്. ഈ മുക്കീബും ആരിഫും തൊഴിലാളികളാണ്, പെയിന്റിംഗ് തൊഴിലാളികളാണ്. തൊണ്ടർനാട് പഞ്ചായത്തിലെ വെള്ളിലാടിയിലെ ക്വാർട്ടേഴ്സിലാണ് ഇവരും താമസിക്കുന്നത്. ഒരുമിച്ച് പെയിന്റിംഗ് തൊഴിലാളി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടുപേരും. തുടർന്ന് ഈ മുഹമ്മദ് ആരിഫിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടേക്ക് നാട്ടിലേക്ക് എത്തിയിരുന്നു. തുടർന്ന് ഈ മുക്കീബിന് തൻ്റെ ഭാര്യയുമായുള്ള സംശയമുണ്ടെന്നുള്ള ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൂരകൃത്യം മുഹമ്മദ് ആരിഫ് ചെയ്തതെന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. എന്തായാലും ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ ക്രൂരകൃത്യം നടന്നെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ മുക്കീബും മുഹമ്മദ് ആരിഫുമായി ചില വാക്കുതർക്കം ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ഇത് ചോദ്യം ചെയ്യൽ വയനാട്ടിൽ വെള്ളമുണ്ടയിൽ യു.പി. സ്വദേശി മുക്കീബിനെ കൊന്ന് കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ച സംഭവത്തിൽ പ്രതി മുഹമ്മദ് ആരിഫുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും.